ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരു താങ്ക് യു മെസ്സേജുമായിട്ടാണ് ഞാൻ ഇത്തവണ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8 മന്ത്സോളം ആയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് 530 സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു 10-20 പേരിൽ കൂടുതൽ എന്നെ വീഡിയോ കേൾക്കുമെന്ന്. സത്യം പറഞ്ഞു ഞാൻ വിചാരിച്ചിരുന്നില്ല. ബട്ട് അതൊരു ഹാപ്പിനെസ്സാണ്. ഞാനത് ഞാനത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എഫേർട്ടുമാണ് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം അത് വളരെ ഞാനത് ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ ഒരു മാക്സിമം 30 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുണ്ടാവുക. അങ്ങനെ 30 കുട്ടികളെ നമ്മൾ 4-5 ക്ലാസ് വെച്ചിട്ട് ഒരു മാക്സിമം 150 കുട്ടികളാണ് നമ്മളെ കേൾക്കുന്നത് ഒരു വർഷം. പക്ഷേ ഇപ്പോൾ 500 എബോ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മളെ കണ്ടൻറ്റിനും നമ്മുടെ എഫേർട്ടിനും വാല്യൂ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് അത്. അപ്പം എനിക്കിതിൽ നിന്ന് പലരും ചോദിച്ചു, പൈസ കിട്ടി തുടങ്ങിയോ, മോണിറ്റൈസേഷൻ വന്നു തുടങ്ങിയോ? എനിക്കറിയില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, വന്നു തുടങ്ങിയിട്ടുമില്ല. വന്നു തുടങ്ങിയാൽ ഞാൻ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാം. പക്ഷേ ഇതുവരെ ഇല്ല. എനിക്ക് ഇത് ഒരു ഇൻകം സോഴ്സ് അല്ല. ഞാൻ ഓൾറെഡി എനിക്ക് ജോബുണ്ട്, അതിലൊരു ഇൻകം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ ഒരു ഹോബി പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് വളരെ നല്ല ഹാപ്പിനെസ് കിട്ടും. അപ്പം നമ്മുടെ പലർക്കും പല ഹോബികളുണ്ടല്ലോ. അപ്പോൾ ഞാനിതൊരു മോഡേൺ സോഷ്യൽ മീഡിയ ഉണ്ട്, മോഡേൺ എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് താങ്ക് യു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഫോളോ ചെയ്തിരുന്നവർ അൺഫോളോ ചെയ്തു പോയി. എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടൻറ് ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ സ്ട്രേഞ്ചേഴ്സ് നമ്മളെ ഫോളോ ചെയ്തു തുടങ്ങി. ഈ 530 പേരിൽ 500 പേരും സ്ട്രേഞ്ചേഴ്സാണെന്നാണ് എൻ്റെ വിചാരം. കാരണം എൻ്റെ ഫാമിലി ഫ്രണ്ട്സും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻ്റ് അല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. വളരെ ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. പിന്നെ ഈ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ പുച്ഛത്തോടു കൂടി വേസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ ഉള്ള രീതിയിൽ കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അതിൻ്റെ സാധ്യതകളും പിന്നെ അതിൻ്റെ എഫേർട്ട്, ക്രിയേറ്റിവിറ്റി സൈഡും ഒക്കെ മനസ്സിലാക്കിയപ്പം വളരെ ഞാനിപ്പം ആൾക്കാർ കണ്ടൻറ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരെങ്ങനെ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, അവർ പറയുന്ന രീതി, അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ വളരെയധികം ശ്രദ്ധിക്കും. കാരണം അതൊരു എഫേർട്ടാണ് അവരുടെ. പ്രത്യേകിച്ച് ഈ കുക്കിംഗ് വീഡിയോസും പിന്നെ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നവരൊക്കെ ഒത്തിരി എഫേർട്ട്. നമ്മൾ ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ കാണുമെങ്കിൽ അതിനകത്ത് ഒത്തിരി ഒരു ഫുൾ ഡേയുടെ എഡിറ്റിങ്ങിൻ്റെ ഒരു കാര്യം അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണെങ്കിൽ മച്ച് അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. അപ്പം താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി. ഇപ്പോൾ ഇതുപോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആരെയും ഫോഴ്സ്ഫുള്ളി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. കാരണം കണ്ടൻറ്റ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കാണണമെന്ന് പറയാൻ തോന്നാറില്ല. പക്ഷേ എങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ ആൻഡ് വാച്ചിങ് മീ.